ഹലോ നമസ്കാരം. അപ്പോൾ ഞങ്ങൾക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ ഒരു വരിക്കച്ചക്കയാണ്. നാട്ടിൽ നിന്ന് അനിയൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അനിയനും ആൻറ്റിയും വൈഫും ഒക്കെ എല്ലാവരുമായിട്ട് വന്നപ്പം കൊണ്ടുവന്നതാണ്. അവർ ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു ആഘോഷമാണ്. കുറേ ഐറ്റംസ് സാധനങ്ങളും എല്ലാമായിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്യുന്ന ഒരു ടൈമാണ്. എൻ്റെ മക്കൾക്കാണെങ്കിലും അവർ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞങ്ങൾക്ക് ചക്ക മുറിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ടുള്ള പ്ലാനിലാണ്. അപ്പം ഹസ്ബൻഡാണ് ചക്ക മുറിക്കുന്നത്. ഇത് കോടാലി കൊണ്ടാണ് മുറിക്കുന്നത്. കോടാലി കൊണ്ട് മുറിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. വേഗം അത് രണ്ടായിട്ട് ഓപ്പൺ ചെയ്ത് വരും. അല്ലെങ്കിൽ വാക്കത്തേക്ക് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറേ ടൈം അതിൻ്റെ പുറകെ നമുക്ക് പോകാറുണ്ട്. ഇതാകുമ്പോൾ പെട്ടെന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ചോള ഓരോന്നും നമുക്ക് നീക്കിയെടുത്ത് അരിഞ്ഞ് വേവിക്കാൻ പറ്റും. ഞാനും മമ്മിയും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചക്ക കാണുമ്പോൾ എനിക്കും മമ്മിക്കും ഭയങ്കര കൊതിയുള്ള ആൾക്കാരാണ്. അപ്പം ചക്കയുടെ പുറകെയാണ് എല്ലാവരും ഇപ്പം നിൽക്കുന്നത്. ഇനിയിപ്പം ഞങ്ങളിത് ഓരോരോ ചോളയായിട്ട് എടുക്കുന്നുണ്ട്. ചോള അടത്തിയെടുക്കുന്ന മമ്മിയാണ്. എനിക്കിതിൽ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല. എൻ്റെ മക്കൾ രണ്ടുപേരും ഇവിടെ കാത്തു കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വേറെയും കുറേ ഐറ്റംസ് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ശരിക്കും അങ്കിളും ആൻറ്റിയും അനിയനും വൈഫും അവരൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ ഭയങ്കര ആഘോഷമാണ്. അങ്കിള് ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല. അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു മിസ്സിംഗ് ആണ്. അങ്കിൾ വരുമ്പോൾ ഇതുപോലെ ഒരുപാട് ഐറ്റംസ് വീട്ടിലൊക്കെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അനിയൻ വരുമ്പോഴും അവൻ വരുമ്പോഴും കുറേ ഐറ്റംസ് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് അമ്മു ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അമ്മു അടുക്കളയിൽ നിന്ന് അമ്മച്ചി അടത്തി വെക്കുന്ന ഓരോ ചക്കകളും കുറച്ച് പാത്രത്തിലാക്കിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഹാളിൽ കൊണ്ടുത്തരും. ഞാനും ജെനിയും കൂടെയാണ്, ജെനി എൻ്റെ ഹസ്ബൻഡാണ്, കൂടെ ഇരുന്ന് ഞങ്ങൾ അരിഞ്ഞ് റെഡിയാക്കി എടുക്കാനായിട്ടുള്ള തിരക്കിലാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞാനും മമ്മിയും ജെനിയും കൂടെ ഇരിക്കുന്നത്. കാര്യം ചക്കയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. കാര്യം നമുക്ക് വീട്ടിൽ ചക്കയില്ല, വല്ലപ്പോഴും ഈ കിട്ടുന്നതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം ചക്ക കാണുമ്പം കൊതിയുടെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല. ഇനിതേ ഒന്ന് അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേഗം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊന്ന് തുടങ്ങട്ടെ കേട്ടോ. അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നേരത്തെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്നൊരു കുക്കറിലാക്കി ഒരു വിസിലടുപ്പിച്ചിട്ട് ഒന്ന് എടുക്കണം. വിസിലടിച്ചിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ ഈ പഴയ ഒരു നമ്മുടെ ചപ്പാത്തിയുടെ എന്താ പറയുക പരത്തുന്ന സംഭവം ഉണ്ടല്ലോ, അതിട്ടാണ് ഇളക്കിയെടുക്കുന്നത്. അതിട്ട് ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ വേഗം സംഭവം ഒന്ന് റെഡിയാക്കി കിട്ടും. അപ്പം എന്താണ്ട് ഞങ്ങളുടെ ചക്ക റെഡിയായിട്ടുണ്ടേ. ചക്കയൊന്ന് കഴിക്കാം. ഇപ്പം തന്നെ അത് കണ്ടിട്ട് വായിൽ വെള്ളം വന്നുണ്ട് കേട്ടോ. അതുപോലെ സൂപ്പറായിട്ടുള്ള ചക്കയായിരുന്നു. ചില ചക്ക നല്ല പൊടിയുള്ള ചക്കയാണെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ നല്ല പൊടിയുള്ള ചക്കയായിരുന്നു. അപ്പോൾ ചക്കയൊന്ന് ഇളക്കിയിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ടൊന്ന് തുടങ്ങട്ടെ. മമ്മിക്ക് കൈക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കാരണം ഞാനും മമ്മിയും മാറിയാണ് ഇതൊന്ന് ഇളക്കിയിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഇതൊന്ന് ഇളക്കി ഏകദേശം ഒന്ന് റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഞങ്ങൾ മാറ്റി ഓരോരുത്തരായിട്ട് കഴിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തൈരാണ്. തൈരും കാന്താരിയും ചുവന്നുള്ളിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം മസ്റ്റ് ട്രൈ ഐറ്റം.